എല്ലാവർക്കും നമസ്കാരം. COVID-19 പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ഇപ്പൊ വീട്ടിലാണല്ലേ, നമ്മുടെ ഫാമിലിയോടൊപ്പം. നമ്മൾ വീട്ടിലാണ് എന്നുള്ളത് ശരിയാണ്, പക്ഷേ നമ്മൾ ഒരുമിച്ച് ദിവസവും എത്ര സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്? ഇനി ലോക്ക്ഡൌൺ അല്ലാത്ത ഒരു നോർമൽ ഡേ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ ജോലിക്ക് പോവും, ചിലപ്പോ അമ്മയും ജോലിക്ക് പോകുന്നുണ്ടാവും, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടാവും, തിരിച്ചു വൈകുന്നേരം എല്ലാവരും വീട്ടിലെത്തും. അതിനുശേഷവും ആസ് എ ഫാമിലി നമ്മൾ എത്ര സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഒരിച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ ഫോൺ ഒന്ന് നോക്കാനായിട്ട് ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈം ചിലപ്പോൾ കുറവായിരിക്കും. എന്നാൽ മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമ്മുടെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയണം. സക്സസ്ഫുൾ പേരന്റിങ്ങിനുള്ള മറ്റൊരു ടെക്നിക്കാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്കൊരു 5-6 വയസ്സുള്ളപ്പോ തൊട്ട് എനിക്കറിയാം. ഇപ്പം ഇച്ചിരി വലിയ ക്ലാസ്സിലൊക്കെയാണ്. ഞാൻ കാണുന്ന കാലം തൊട്ടേ വളരെ സ്മാർട്ടാണ് ആ കുട്ടി. നല്ല പെരുമാറ്റമുള്ള കുട്ടിയാണ്. എല്ലാ രീതിയിലും മികച്ച നിലവാരം പുലർത്തുന്ന ഒരു കുട്ടി. അപ്പൊ ഞാൻ ഒരിക്കൽ ആ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേരന്റിംഗ് ടെക്നിക്ക്? അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനും ജോലി ചെയ്യുന്നുണ്ട്, എന്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട്. എന്റെ ഭാര്യ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ രാത്രി 7 മണിയാവും. ഞാൻ പിന്നെയും ലേറ്റ് ആവും എത്താനായിട്ട്. പക്ഷെ എന്റെ ഭാര്യ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് 1 മണിക്കൂർ ഞങ്ങളുടെ മകളുടെ കൂടെ കളിക്കും. ആ 1 മണിക്കൂർ കളിയിലൂടെ ഒരുപാട് കാര്യങ്ങള് പരസ്പരം സംസാരിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റും. എല്ലാ ക്രെഡിറ്റും ഇവിടെ അമ്മയ്ക്ക് കൊടുത്തെങ്കിലും അച്ഛനും തീർച്ചയായും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ടാവും. ശരിക്കും ഇങ്ങനെ ഒരു ടൈം, നമ്മളോടൊപ്പം ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ടൈം കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. എന്റെ കുട്ടിക്കാലത്തെ ഒരു കാര്യം പറയാം. അന്ന് നമ്മുടെ നാട്ടില് പവർ കട്ടുള്ള സമയം. അന്ന് അമ്മ രസകരമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ചെയ്തിരുന്നു. എല്ലാ ദിവസവും പവർ കട്ടായി കഴിഞ്ഞാല് ഞങ്ങളോട് അമ്മ ചോദ്യങ്ങൾ ചോദിക്കും. അതായത് ഒരു ക്വിസ് പോലെ. ഞാനും എന്റെ അനിയനും 2 ടീമായിട്ട് ഈ ക്വിസിൽ മത്സരിക്കും. അപ്പൊ നമുക്ക് 2 പേർക്ക് ഉത്തരം പറയാനായിട്ട് വലിയ ഉത്സാഹമാണ്. എന്നിട്ട് ആ ഒരു ഗെയിമിൽ ഒരാൾ ജയിക്കുകയും ഒരാൾ തോക്കുകയും ചെയ്യുമ്പോൾ അതൊരു സ്പിരിറ്റ് ആയിരുന്നു ഞങ്ങളുടെ ഇടയിൽ. ഇങ്ങനെയുള്ള നിരവധി എക്സസൈസസ് ആസ് എ പേഴ്സൺ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള എക്സ്പീരിയൻസസ് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പവർ കട്ടിന്റെ കാലഘട്ടത്തില് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ഞങ്ങൾ പാട്ട് പാടുമായിരുന്നു, ഞങ്ങൾ കഥ പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വർത്തമാനം പറയുന്ന ഒരു സമയം നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റിനെ, ഒരു ഗ്രൂമിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. പെപ്സിക്കോയുടെ മുൻ സിഇഒ ഇന്ദിര നൂയി ജനിച്ചതും വളർന്നതും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തമിഴ് ബ്രാഹ്മൺ ഫാമിലിയിലായിരുന്നു, ചെന്നൈയില്. ഇവർ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാത്രി അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ ഈ 3 മക്കളെയും വിളിക്കും. എന്നിട്ട് 3 പേരോടും ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് വളരുമ്പോൾ ആരാവണം? ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഈ അമ്മയും മക്കളുമായിട്ട് കൃത്യമായി ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഉത്തരം പറയുന്ന ആൾക്ക്, ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്ക് അമ്മ ഒരു ചെറിയ മിഠായി സമ്മാനമായിട്ട് കൊടുക്കും. ഇത് നിരന്തരം വീട്ടിൽ നടന്നു പോകുന്ന ഒരു എക്സസൈസ് ആയിരുന്നു. പിന്നീട് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ബിസിനസ് വേൾഡിൽ ഇന്ദിര നൂയി മാറിക്കഴിഞ്ഞപ്പോ അവർ പറഞ്ഞത്, അന്ന് അമ്മ ചെയ്യിച്ച ഈ ചെറിയ എക്സസൈസ് ആണ് വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്നാണ്. അപ്പോ നമ്മുടെ കുട്ടികളോടൊപ്പം 1 മണിക്കൂറെങ്കിലും ദിവസം നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. താങ്ക് യു ഫോർ ലിസണിംഗ്.